ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലെ ഒരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അത് ഉത്തരം പറ. അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാൾ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ. ഇപ്പൊ പറയാണ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ ഇപ്പൊ പ്രശസ്തനല്ലായിരിക്കും, അവന് ചിലപ്പോൾ നാളെ ഒരു ലവ് ആണും, ചിലപ്പോൾ അവൾ വിട്ടിട്ട് പോവും, അടുത്ത പ്രാവശ്യം അവനൊരു ലവ് ആണും, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടു. ഒരു 7-8 വർഷം കഴിയുമ്പോൾ അവൻ സൊസൈറ്റിയിൽ വലിയൊരു പ്രശസ്തനാവുകയാണ്. അപ്പൊ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവര് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു ഫാഷൻ. വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. എങ്കിലും ഒരു വ്യാജ പരാതി കൊണ്ടു കൊടുത്താൽ, സ്ത്രീപീഡന പരാതി കൊണ്ടു കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്താന്ന് തോന്നുന്നു. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. 1 മണിക്കൂർ കൊണ്ട് FIR കേരളത്തിൽ 1 മണിക്കൂർ കൊണ്ട്. നിങ്ങൾ കരുതുന്നതല്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു SHOയുടെ വിശാലം നടത്തിയത് അവര് FIR ഇടും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഒരു ഞായറാഴ്ച നവംബർ 30-ന് പോലീസുകാർ വീട്ടിൽ നിന്ന് വന്ന് എന്റെ അമ്മയുടെയും ഭാര്യയുടെയും 2 കുട്ടികളുടെയും മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ നോട്ടീസ് തന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഗ്രൗണ്ട്സ് കമ്മ്യൂണിക്കേറ്റഡ് അല്ല, എല്ലാം വയലേഷനാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അപ്പൊ എനിക്ക് അതും എന്താണ്, ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു പുരുഷന് പോകാൻ ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് വേണം. നമുക്ക് വേണ്ടി ഇടപെടാൻ ആൾക്കാർ വേണം. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. ആദ്യം പറഞ്ഞ പരാതി കള്ളമാണെന്ന് പോലീസിന് മനസ്സിലായി. അവരിങ്ങനെ ഷിഫ്റ്റിംഗ് ഗോൾ പോസ്റ്റ് ആണ്. ഓരോരോ വകുപ്പ് മാറ്റി മാറ്റി അധിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളായി. അവസാനം ഞങ്ങൾ കോടതി ചോദിച്ചു എന്ത് അധിക്ഷേപിച്ചു? പോലീസ് പറഞ്ഞു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. വ്യാജ പരാതികൾക്കെതിരെ കമ്മീഷൻ വരണം. കാരണം ചേച്ചി പറഞ്ഞു വ്യാജ പരാതിയുടെ കാര്യം. ഇതൊരു സ്ത്രീയോ പുരുഷനോ മാത്രം. ഇതിനെ വ്യാജ പരാതി കമ്മീഷൻ വിളിച്ചാൽ ഓക്കെയാണോ? ഇറ്റ്സ് ഓക്കേ.